പെരുമണ്ണ മുല്ലമണ്ണ കാളപൂട്ട് കണ്ടെത്തി വർഷങ്ങളായി കാലാകാലം നടന്നു വരുന്ന കാളപൂട്ടിന്റെ ഭാഗമായിട്ട് കേരള ടൂറിസം വകുപ്പും അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിയും മലബാർ റിവർ ഫെസ്റ്റും കൂടി സംയുക്തമായിട്ട് പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിന്റെയും പെരുമണ്ണ ജനകീയ കാളപൂട്ട് സമിതിയുടെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും ഗൗരവമേറിയ ഒരു കാളപൂട്ടാണ് ഇന്ന് പെരുമണ്ണ മുല്ലമണ്ണ കാളപൂട്ട് കണ്ടത്തിൽ നടക്കുന്നത്. വളരെ കാലങ്ങൾ മുമ്പ് തന്നെ കാലങ്ങളോളമായിട്ട് പെരുമണ്ണ നടക്കുന്ന കാളപൂട്ടിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ സർക്കാരും ഇടതുപക്ഷ സർക്കാരിന്റെ കേരള സർക്കാരിന്റെ ടൂറിസം മേഖലയിൽ മലബാറിനെ ടൂറിസം ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മലബാർ റിവർ ഫെസ്റ്റും വൈറ്റ് വാട്ടർ ഇന്റർനാഷണൽ കായാക്കിംഗ് നടക്കുന്നത്. അതിന്റെ ഭാഗമായി 365 ദിവസവും മലബാർ മേഖലയിൽ വിദേശികൾ അടക്കമുള്ള ആളുകളെ ടൂറിസത്തിലേക്ക് ആകർഷിക്കുകയും അതോടൊപ്പം തന്നെ നമ്മളെ ടൂറിസം മേഖല ആഗോള തലത്തിൽ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ മലബാർ റിവർ ഫെസ്റ്റിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ 90ന്റെ അടുത്ത് 80ന്റെ മുകളിൽ കാളകളും ഫ്രീ കാളകളുമായിട്ട് 90 ആളുകൾ തന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്രയും ആൾക്കൂട്ടം അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നടത്തിയ ഇത്രയും ആൾക്കൂട്ടം വന്നാൽ തന്നെ നമ്മളെ പഴയകാല ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് നമുക്ക് പഴയ കൃഷി മേഖലയിലും സാംസ്കാരിക മേഖലയിലേക്കും മതവും ജാതിയും ഒന്നുമില്ലാതെ ജനങ്ങൾക്ക് ഒന്നായിട്ട് ആഘോഷിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ ചേരുക എന്നുള്ളതാണ് ഈ കാളപൂട്ടിന്റെയും ഈ മറ്റ് റിവർ ഫെസ്റ്റിന്റെ എല്ലാത്തിനും ലക്ഷ്യം. അതോടൊപ്പം തന്നെ മലബാറിനെ ടൂറിസം ഹബ്ബാക്കി മാറ്റുക വ്യത്യസ്ത പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മലബാർ റിവർ ഫെസ്റ്റ് കമ്മിറ്റി മുന്നോട്ട് പോവുകയാണ്. ABC എന്നീ 3 കാറ്റഗറി സാധാരണ മത്സരം നടക്കാതെ ഈ വർഷം ആദ്യമായിട്ടാണ് Aയും Bയും Cയും കൂടി സംയുക്തമായിട്ട് മത്സരത്തിൽ ഇറങ്ങിയത്. ഇത് 2 ഫ്രീ ഇവന്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് 3 മത്സരങ്ങൾ നടക്കുന്നത്. അതിൽ ഫൗളാകുന്ന കുറഞ്ഞു വന്നിട്ട് അവസാനം 3ാം റൗണ്ടിലാണ് ഫൈനൽ വരിക. അതിൽ 3 റൗണ്ടിലും ഏറ്റവും കുറഞ്ഞ ടൈം കൂട്ടി എടുക്കുന്നത് ഫസ്റ്റ് ആണ് വരിക. അങ്ങനെ ഏറ്റവും ടൈമാണ് 3 റൗണ്ടിലും വരുന്ന ടൈം കൂട്ടിയിട്ടാണ് നമ്മൾ മത്സര വിജയിയെ പ്രഖ്യാപിക്കുന്നത്. ഞാൻ ചുവാട്ടിപ്പാറ സ്ഥലത്തിലാണ്, അരീക്കോട് ചുവാട്ടിപ്പാറ എന്ന സ്ഥലത്താണ് താമസം. എനിക്ക് കാളിയും മൂരി നമ്മൾ തന്നെയാണ്. ഒരേ കൂടിയും വീട്ടിലുണ്ട്, 2 കൂടിയാണ്. പിന്നെ ഞങ്ങൾ ഇന്ന് 5 മണിക്ക് പോന്നിട്ടുണ്ട് കാളൗട്ടിനെ. ഒരു 6 മണീൻ്റെ അടുത്ത് ഇവിടെ എത്തി. പിന്നെ കണ്ടം കാട്ടി ട്രയൽ പൂട്ടി, 2 ട്രയൽ പൂട്ടി. പിന്നെ 3 കപ്പിനെയാണ്. അതിലിപ്പോൾ ഒരു തൊളി കഴിഞ്ഞിട്ടുള്ളൂ, ഒരു റൗണ്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 2 റൗണ്ടും കൂടി പൂട്ടാണ്ട്. അതിലാണ് ഇത് തെരഞ്ഞെടുക്കുക. പോയിന്റ് കുറഞ്ഞവരെ തെരഞ്ഞെടുത്തൊരു കപ്പ് ഉണ്ടാവും. പിന്നെ കന്നിനെ തീറ്റാറുന്നത്, കന്നിനെ കോഴി കൊടുക്കണം, മൂകര കൊടുക്കണം, പുല്ല് വൈക്കോല് കൊടുക്കണം, കോഴിമുട്ട കൊടുക്കും, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കണം. തീറ്റ വലിയ ചെലവാണ്. ഇന്നൊക്കെ ഭയങ്കര ചെലവാണ്. പൂട്ടിക്കാർക്ക് കൊടുക്കണം പൈസ, സമ്മാന പൈസ തന്നെ വരും. ഞങ്ങൾക്കൊരു 300 റുപ്യ 400 റുപ്യ ഒക്കെ സമ്മാനം കൊടുക്കും. വൈകുന്നേരം 50-100 ആയിട്ട് ഓരോരുത്തർക്ക് ഓരോ പൂട്ടിന്. ഇങ്ങനെ വരുമ്പോൾ ഒരു 300-400 റുപ്യോളം സമ്മാന പൈസയാവും. ഇങ്ങനെയൊക്കെ ചെലവാക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മളൊരു ആവേശമാണ്. മനസ്സിലായി, നമ്മളൊരു കമ്പത്തിന് വേണ്ടിയിട്ട് ചെറുപ്പത്തിലെ ഒരു കമ്പം ആ ആവേശം കൊണ്ടുപോരാ. മരിക്കുമ്പോൾ നിർത്തിയാൽ മതി എന്നാ മക്കളോട് പറഞ്ഞത്. കാരണം ഇത് എങ്ങനെ നമ്മൾ ഒഴിവാക്കിയാലും വീട്ടിൽ നിന്ന് പോകില്ല. അത് എങ്ങനെയെങ്കിൽ നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിൽ ആരെങ്കിലും കൊടുന്ന് തോറ്റല്ലെങ്കിൽ കിട്ടും. അപ്പൊ പിന്നെ അത് അതിന്റെ ഒപ്പം പോകണം. വലത്ത് കാള, വലത്ത് കപ്പല് കാള, അതായത് നമ്മളെ വലത്ത് സൈഡ്, ഇടത്തെ സൈഡ് മൂരിയാണ്.
അങ്ങനെയാണ് കാളപ്പൂട്ട് കാണുന്ന സമ്പ്രദായം. വലത്ത് കാള ഇടത്ത് മൂരി, ആ ലെവലിലാണ് കാളപ്പൂട്ട് പൂട്ടുക. അതെന്നാണ് അതിന്റെ ഒരു ഉടമ നമ്മളെ ചൂളാട്ടി അപ്പുണ്ണേട്ടനാണ്. ഈ ഒരു കാളയും അപ്പുറത്തുള്ള മൂരിയും അതിന്റെ ഉടമതാണ്. ഇതേമാതിരി ഇന്ന് 83 ജോഡി, അത് ആദ്യം പണ്ടേ ഉള്ളൊരു സമ്പ്രദായമാണ് കാളി. അതായത് നമുക്കൊന്ന് ഇണങ്ങളും നമ്മളായിട്ട് ഇടപഴകലും മൂരിയാണ്. കാള നമ്മളായിട്ട് നമ്മൾ വിചാരിച്ച മാതിരി പെട്ടെന്ന് നമ്മൾ അതിനകത്ത് വരില്ല. കാള എന്നാണ്, കാളന്റെ മൈൻഡ് വേറെയാണ്. ഏത് നിമിഷവും നമ്മൾ ഇപ്പൊ ഈ നിൽക്കുന്ന നിപ്പിലായാലും ചിലപ്പോൾ കാള മൈൻഡ് മാറിയാൽ എല്ലാരും തീർപ്പാക്കാൻ പറ്റിയ ശേഷിയുള്ളൊരു ആശാനാണ് ഈ ആശാൻ. അതാണ് ഇടത്ത് വെച്ചാല് മൂരി. മൂരി ചിലപ്പോൾ നമുക്ക് വിചാരിച്ചാൽ അതിന്റെ ഉടമകള് നോക്കിയാലും പോറ്റിയാലും ലേശൊരു നമുക്കായിട്ട് ഒരു ഇണങ്ങും. അതെ, 1-2 ആക്കി അറയാക്കിട്ട് കാണില്ല. കണ്ടാലും വേറെ വിഷയങ്ങളൊക്കെ അതിൽ വരും. കാരണം കാളിയും മൂരിയും കണ്ടാൽ ചിലപ്പോൾ തോൽ തമ്മിൽ കുത്തണമെന്നുള്ളും ഓലെ മൈൻഡ് മാറും. ഓർക്കുണ്ടാവല്ലോ, തമ്മിൽ കാണാൻ അനുവദിക്കൂല. അതാണ് ആ ഒരു കാള പൊതുവെ അക്രമസ്ഥാനം.